നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും ഒരു വലിയ റിസ്കാ ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വീട്ടിൽ പുതിയതായിട്ട് വന്നത് ആരാണെന്ന് വലിയ സംസാരം ഉണ്ടാവും. ഈ കോളനിയിൽ ഊഹാപോഹങ്ങൾ ഉണ്ടാവും. പിന്നെ ഇവിടെ കുറച്ചു പേർക്ക് നിങ്ങളെ അറിയാലോ, അവരും കഥകൾ ഉണ്ടാക്കും. ഒക്കെ അറിയാം മോനെ, ഒക്കെ അറിയാം. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നിങ്ങൾ അധികം പുറത്തിറങ്ങി നടക്കരുത്. നടക്കില്ല. നിങ്ങളൊരു വര വരയ്ക്കും, ആ വരയ്ക്കപ്പുറം ഒരു ചുവട് പോലും ഞാൻ വെക്കില്ല. കളിയാക്കണോ? അല്ല മോനെ, അച്ഛൻ സത്യം പറഞ്ഞതാ. ലോകത്ത് ഞാൻ ആരെയൊക്കെ കളിയാക്കിയാലും ഒരിക്കലും നിങ്ങളെ കളിയാക്കില്ല. ബാലു ഒന്ന് വന്നേ. അമ്മേ വാ. വാ. ഗൂഢാലോചന നടത്താൻ പോവുകയാണല്ലേ? എടാ ബാലു, എടീ സുധേ, നിങ്ങളുടെ ജീവിതം ഏത് രീതിയിൽ പോകണമെന്ന് ഇനി ഞാൻ തീരുമാനിക്കും. കുറെ ദിവസത്തേക്ക് ആളിനെ പുറത്തേക്ക് വിടരുത്. കാവലിരിക്കുന്നത് പോലെ തന്നെ നമ്മൾ കൂടെ വേണം. എന്റെ ഭഗവാനെ, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ശക്തിയോ നടക്കുന്ന പോലൊരു തോന്നല എനിക്ക്. അമ്മ പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്ക. ഞങ്ങളെ കൂടെയല്ലേ. പുള്ളി പറഞ്ഞതൊക്കെ സത്യമാണെന്ന് നമ്മൾ ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. സത്യമാ മോനെ, 100% സത്യ. ഇത് ശരിയായ രീതിയല്ല. എന്താ മോനെ? ഞങ്ങൾ ഇവിടെ സംസാരിച്ചത് നിങ്ങൾ എന്തിനാ ഒളിഞ്ഞു കേൾക്കാൻ നോക്കിയത്? അയ്യോ മോനെ, സത്യമായിട്ട് അച്ഛൻ മനസ്സാ വാചാ കർമ്മണ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ വന്നതല്ല. എന്റെ വീട്, നിങ്ങളൊക്കെ എന്റെ വീട്ടുകാർ, അങ്ങനെ മാത്രമേ ഈ അച്ഛൻ ചിന്തിച്ചിട്ടുള്ളൂ. ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ നോക്കിയിരുന്നെങ്കിൽ ഒന്നും മിണ്ടാതെ ഒളിച്ചു നിൽക്കുകയേ ചെയ്യുമായിരുന്നുള്ളൂ. ഞാൻ മനസ്സിൽ ഒന്നും വെക്കാതെ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ ആലോചിച്ച് വേറൊന്നുമല്ല. പുറത്തേക്ക് ഇറങ്ങുകയോ മറ്റാരുടെയും കണ്ണിൽ പെടുകയോ ചെയ്യാതിരിക്കാൻ ഒന്ന് നോക്കണം എന്നാ. അതാ ഞങ്ങൾ ആലോചിച്ചത്. ആ പിള്ളാന്ന് പറയുന്ന ആള് മഹാവിഷവാ. എന്തെങ്കിലും ചെറിയൊരു തുമ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. ഒന്നും പേടിക്കണ്ട. എന്റെ മക്കൾ അതിനെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവണ്ട. ഈ സുധാമണിയുടെ തലയിൽ തൊട്ട് വേണേൽ ഞാൻ സത്യം ചെയ്യാം. വേണ്ട, എന്റെ പേര് പറഞ്ഞിട്ട് സത്യം ചെയ്യണ്ട. സോറി സുധേ, ഞാൻ അത് ഓർമ്മിച്ചില്ല. ഇതാ, എന്നെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം. എന്നാണ് സത്യം. ഞാൻ ശ്രദ്ധിച്ചോളാം. കാര്യങ്ങളൊക്കെ ഞാൻ നന്നായി ശ്രദ്ധിച്ചോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.